സെക്കൻഡറി ഒന്നാം വർഷ ചരിത്ര പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചു തീർത്തത് ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭം മുതൽ എന്ന് പറയുന്ന ഒന്നാം തീമാണ്. ഒന്നാമത്തെ പ്രമേയം ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം. അപ്പോൾ അതിൽ ഉറവിടങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഹ്യൂമൻ ഫോസിൽസ്, സ്റ്റോൺ ടൂൾസ്, കേവ് പെയിൻറ്റിങ്സ്, വേണമെങ്കിൽ ഡാർവിൻ്റെ കൃതികളെന്ന് പറഞ്ഞു. പിന്നീട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പിന്നീട് ചോദിക്കുന്നത്, ക്വസ്റ്റ്യനുകൾ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോമിനിഡ്സും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ നിങ്ങൾ നോക്കി കാണും. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ നോട്ട്സും കയ്യിൽ കിട്ടി. അപ്പോൾ അത്യാവശ്യം നിങ്ങളുടെ വായനയിൽ നിങ്ങളത് ചെയ്ത് കാണും. ആസ്ട്രലോപിത്തക്കസ് എന്ന് കിടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആ പേര് വന്നു, അതിൻ്റെ സവിശേഷതകൾ ക്വസ്റ്റ്യനിൽ ഇടുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ചോദ്യമാണ്. ആസ്ട്രലോപിത്തക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതും ചോദിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ലേശം അവ്യക്തമായിട്ടുള്ള ഒരു ഭാഗം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം, ബൈപീഡിലിസം തുടങ്ങിയതൊക്കെ. ബൈപീഡിലിസം ഇരുകാലിലുള്ള നടത്തം, അതേപോലെ ബൈപീഡിലിസം. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കാൻ വേണമെങ്കിൽ ബൈപീഡിലിസം. അപ്പോൾ അത് പറയുന്നത് ഇൻഫ്ലുവൻസ് ബൈ വിഷ്വൽ സർവൈലൻസ്. അപ്പോൾ വിഷ്വൽ സർവൈലൻസ്, നിരീക്ഷണശേഷി, ദൂരെ വരെ കാണാൻ കഴിയുന്ന രീതിയിൽ പറ്റി. അപ്രൈറ്റ് വാക്കിങ്ങിന് സഹായമായി കഴിഞ്ഞപ്പോൾ ഇറ്റ് ആൾസോ ഫ്രീഡ് ഹാൻഡ്സ്, കൈകൾ ഫ്രീ ആയി. ആയുധ ഉപയോഗത്തിന് ഏറ്റവും സഹായിച്ചത് ഇതാണ് ബൈപീഡിലിസം. അപ്പോൾ രണ്ട് കൈ ഫ്രീ ആയി, മറ്റേ കൈയുടെ കുത്തി എല്ലാവരും നടക്കുന്നത്. ഫോർ യൂസിങ് ടൂൾസ്, ക്യാരിയിങ് ഇൻഫൻസ് ആൻഡ് ഒബ്ജക്ട്സ്, സാധനങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്നതിന്. അപ്പോൾ ബൈപീഡിലിസത്തിന് അങ്ങനെയൊക്കെ ഗുണമുണ്ടായി. അതുപോലെ തന്നെ ഇതിന് കുറച്ച് മാത്രം എനർജി മതിയായിരുന്നു. ബൈപീഡിലിസത്തിന് 4 കാലിൽ നടക്കുന്നതിന് അത്രയും എനർജി വേണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഗുണങ്ങൾ അതിനുണ്ടായിരുന്നു. പിന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ പ്രയാസമുള്ള പോലെ തോന്നുമെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ ഹ്യൂമൻ ബീങ്സ് യൂസ് ദെയർ കേപ്പബിലിറ്റീസ് ആൻഡ് ഇൻപുട്സ് എന്ന് പറയും. ഇൻ ഡൂയിങ് ആൻ ആക്ടിവിറ്റി ഇറ്റ് മേ പ്രൊഡ്യൂസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് റിസൾട്ട്സ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും ഒരു പോസിറ്റീവോ നെഗറ്റീവോ ആയ ഒരു ഇമ്പാക്റ്റ് അതിലുണ്ടാകുമെന്ന് സാറൊരു ചോദ്യം ചോദിച്ചു. നമ്മൾ അത്ര പിടിയില്ലെങ്കിലും നമ്മുടേതായ ശേഷി വെച്ച് നമ്മുടേതായ ഓർത്ത് നമ്മളത് പറയാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മുടെ ഓർമ്മശക്തി കൂടി, നമ്മളുടെ സ്വയമായി പറയാനുള്ള ശേഷി കൂടി. അതിന് പകരം എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഇന്നലെ വന്നിട്ടില്ലായിരുന്നു, ഒന്ന് എക്സ്ക്യൂസിലൂടെ രക്ഷപ്പെടാൻ നോക്കി. അപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് നമ്മുടെ കഴിവ് സ്വല്പം കൂടിയപ്പോൾ, രണ്ടാമത്തെ സ്ഥലത്താണെങ്കിൽ ആ എക്സ്ക്യൂസിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ തലച്ചോറിന് വർക്ക് കൊടുക്കാതെ ഒരു രക്ഷപ്പെടൽ നടത്തിയപ്പോൾ അത് നെഗറ്റീവായിട്ട് മാത്രമാണ് എഫക്റ്റ് ഉണ്ടായത്. ഇവിടെ ആ ഉദാഹരണം പറഞ്ഞേക്കുന്നത് ദ ടൂൾ മേക്കിംഗ്. അയാൾ ടൂൾ മേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാളുടെ ബ്രെയിനും കൈക്കും ഒക്കെ കൂടുതലായ വളർച്ച, ഒരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടിയെന്ന്. അപ്പോൾ ആസ്ട്രലോപിത്തക്കസും ഹോമോയും തമ്മിലുള്ള ചേഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോമോ അതിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് ഈ വിഭാഗങ്ങളിലോട്ട് വന്നു. ഹോമോയെ 3ആയിട്ട് തരംതിരിക്കാമെന്ന്. ഹോമോ ഹൈഡൽബർഗിയൻസും ഹോമോ നിയാണ്ടർതാൽമെൻസും ഒക്കെ ആയിട്ട് പിന്നെയും നമ്മൾ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ ഒരു സ്ഥലത്താണോ പല സ്ഥലത്താണോ ഉണ്ടായതെന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനകത്ത് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും റീപ്ലേസ്മെന്റ് മോഡലും വന്നു. പ്രാദേശിക തുടർച്ചാ മാതൃകയും ഏകോൽപത്തി മാതൃകയും. പല സ്ഥലത്താണ് ഉണ്ടായതെന്നും ഒരു സ്ഥലത്താണ് ഉണ്ടായതെന്നുള്ള രീതിയിലുള്ള 2 തിയറികൾ. ഒന്ന് വായിക്കണം, സ്വല്പം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാവും. പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഇയർലി ഹ്യൂമൻസ് വേസ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്. വലിയ മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ആൻസർ വളരെ നിസ്സാരമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഗാദറിങ്, സ്കാവെഞ്ചിങ്, ഹണ്ടിങ്, ഫിഷിങ്, ഈ 3-4 വാചകങ്ങളിലായിട്ട് പ്രത്യേകിച്ച് ഒരു പഠനവും ഇല്ലാതെ വലിയൊരു മാർക്കിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ എയർലി ഹ്യൂമൻസ് മേക്കിംഗ് ടൂൾസ്. അപ്പോൾ ആദ്യത്തെ ടൂൾ മേക്കേഴ്സ് ഹോമോ ഹാബിലസ് ആണെന്ന് നമ്മൾ പറയുന്നു. പിന്നെ പറയുന്ന ആസ്ട്രലോപിത്തക്കസ് ആണ് ടൂൾ മേക്കേഴ്സ് എന്ന്. അപ്പോൾ ആസ്ട്രലോപിത്തക്കസ് സ്റ്റോൺ ടൂൾസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഹോമോ ഹാബിലസ് ആണ് ടൂൾ മേക്കേഴ്സ്. 10-35,000 വർഷം മുമ്പ് തന്നെ അത് ചെയ്യുന്നതിനെ കുറിച്ച്, ഇപ്പോൾ അവരുടെ ടൂൾ മേക്കിങ്ങിനെ പറ്റി, നീഡിൽസ് വരെയുള്ള അവരുടെ ടൂൾ മേക്കിങ്ങിനെ പറ്റി വായിച്ചിരിക്കുക. അത് കഴിഞ്ഞ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ആൻഡ് ആർട്ട്, അതെങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അതിൻ്റെ മാർഗങ്ങളും പറഞ്ഞു. അതും ചോദിച്ചിട്ടുണ്ട്, മറ്റേ അത്രയും ഇല്ലെങ്കിൽ പോലും ചോദിച്ചിട്ടുണ്ട്. ഹണ്ടർ ഗാദർ സൊസൈറ്റീസ് ഫ്രം പ്രസന്റ് ടു ദ പാസ്റ്റ്.
ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ആദിമവർഗ്ഗങ്ങളെ പറ്റി പഠിച്ചുകൊണ്ട് പഴയ കാലത്തെ ആദിമവർഗ്ഗങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ കുറച്ച് പേര് സാധിക്കുമെന്നും കുറച്ച് പേരില്ല എന്നും പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എത്നോഗ്രഫി, ആന്ത്രോപോളജി, പിന്നെ ഐസേജ് ഇങ്ങനെയൊക്കെ തുടങ്ങി കുറേ വാക്കുകൾ, കുറേ ടേംസ് അത് ഡെഫിനിഷനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 മാർക്കിന് ചോദിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഈ പാഠത്തിൽ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പിന്നെ SCERT ബുക്കിലെ അല്ല, പ്രൊഫസർ VK ഗോപി സാറിൻ്റെ പുസ്തകത്തിലെ അവസാന ഭാഗത്തെ കുറേ ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ നല്ല പടങ്ങളൊന്നുമില്ല, റഫായിട്ടുള്ളതായിട്ടാണ് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നമുക്ക് ഈ ചോദ്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ SCERT ബുക്ക് മാത്രം കേസുള്ളവരുടെ ഈ ക്വസ്റ്റ്യനുകളുടെ ശേഖരം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് കേട്ട് ക്വസ്റ്റ്യനുകൾ നിങ്ങൾ പിന്നെ പ്രാധാന്യമുള്ളവ എഴുതിയെടുക്കാൻ ചെയ്താൽ മതി. അല്ലാതെ മലയാളം, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കയ്യിലുള്ളവർക്കെല്ലാം ഒരേ ഓർഡറിലൊന്നും ആയിരിക്കത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ക്വസ്റ്റ്യനുകളെല്ലാം ഉണ്ടാവും. പുസ്തകത്തിൽ ക്വസ്റ്റ്യനുകൾ ഒരുപാടുണ്ട്. ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ്, പിന്നെ മാച്ച് ദ ഫോളോയിങ് പോലെയുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളുടെ നിരയുണ്ട്. അത് കഴിഞ്ഞ് ഇതിൽ ടോട്ടൽ 57 ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പലതും ആവർത്തനമാണ്. അപ്പോൾ ആവർത്തനമുള്ളതെന്ന് നമ്മൾ പറയുന്നില്ല. അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളും ആൻസർ പറയുന്നില്ല. കുറഞ്ഞ പക്ഷം പുസ്തകം ഇതുവരെ വായിക്കാത്തവർക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. അപ്പോൾ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടെങ്കിലും ഇപ്പോൾ ഇയർലിയസ്റ്റ് ടൂൾ മേക്കേഴ്സ് ആർ, അപ്പോൾ ഇതിനകത്ത് ആൻസർ ഇല്ലാത്ത സ്ഥിതിക്കുള്ള പുസ്തകം മറിച്ച് നോക്കിയേ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പിൻ്റെ ഒന്നും ആൻസർ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ടെസ്റ്റിൽ തന്നെ നോക്കി അത് കണ്ടുപിടിക്കണം. പിന്നെ ആവർത്തിച്ച് വരുന്നതും പറയുന്നില്ല. പരീക്ഷയ്ക്ക് നമുക്ക് പ്രാധാന്യമുള്ളത് ചിലത് പറഞ്ഞു പോകാം. അപ്പോൾ മുകളിൽ കാണുന്ന ഫോട്ടോയിലെ പോലെ ആയിരിക്കത്തില്ല, പിന്നെ ചോദ്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ശരി, ഒന്നാമത് വായിക്കുന്ന എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജസ് ദാറ്റ് ബൈപീഡിയലിസം ഗേവ് ടു എയർലി ഹ്യൂമൻസ്. ബൈപീഡിയലിസം അപ്പോൾ ഒരുപാട് തവണയൊന്നും ചോദിച്ചിട്ടില്ല, എങ്കിലും ഇരുകാലിലുള്ള നടത്തം കൊണ്ടുള്ള ഗുണം പെട്ടെന്ന് മലയാളത്തിൽ തന്നെ പെട്ടെന്ന് ഓർത്ത് കഴിഞ്ഞാൽ 3 നിന്ന് കഴിഞ്ഞാൽ ദൂരെ വരെ കാണാൻ സാധിക്കും. അപ്പോൾ കൈ രണ്ടും ഫ്രീ ആയി. ഒരാളെ ആക്രമിക്കണമെങ്കിൽ, ഒരു സാധനം കയ്യിലെടുക്കണമെങ്കിൽ, കുഞ്ഞിനെ എടുക്കണമെങ്കിലൊക്കെ റെഡി ചെയ്യാൻ പറ്റും. അപ്പോൾ 4 കാലിൽ നടക്കുന്നതിൻ്റെ പകുതി ഊർജ്ജം മതിയാകും 2 കാലിൽ നടക്കുന്നതിന്. അപ്പോൾ എന്തായാലും ആ 3 നിൽക്കുക എന്നുള്ളത് മനുഷ്യ പരിണാമ ചരിത്രത്തിലെ വലിയൊരു ഘടകമായിരുന്നു. മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ സ്റ്റാൻഡ് ഇറക്റ്റ്, നേരെ നിൽക്കാൻ തീരുമാനിച്ചത് അത് കഴിഞ്ഞാൽ അടുത്ത വലിയ കാര്യമാണ്. നമുക്ക് ചെറുതെന്ന് തോന്നുമെങ്കിലും മനുഷ്യ പരിണാമത്തിലെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ബൈപീഡലിസം നോക്കുക. ഡിസ്ക്രൈബ് ഹൗ ഇയർലി മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്ഡ് വിത്ത് റെഫറൻസ് ടു സ്പീച്ച് ആൻഡ് ആർട്ട്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ നമ്മളതിന് പല തിയറി പഠിച്ചായിരുന്നു. സ്പീച്ച്, ആർട്ട്, ഇങ്ങനെയുള്ള പല രീതിയിൽ അനുകരണങ്ങളിലൂടെ, വോക്കൽ കോഡിലുണ്ടായ വ്യത്യാസങ്ങളിലൂടെ, ആർട്ട്, കലകളിലൂടെയൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നു. ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ പല സ്ഥലത്തായിട്ട് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കിടക്കുന്നില്ല. ഡിഫറൻഷിയേറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ആസ്ട്രലോപിത്തക്കസ് ആൻഡ് ഹോമോ. ആസ്ട്രോപിത്തക്കസ് ഹോമോയുടെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞതാണ്. പരീക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളിൽ ഹോമിനിഡ്സും പിന്നെ ഹോമിനോയിഡ്സും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുന്ന പോലെ തന്നെ ആസ്ട്രോപിത്തക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഡിസ്കസ് ദ തിയറീസ് കണക്റ്റഡ് വിത്ത് ഒറിജിൻ ഓഫ് മോഡേൺ ഹ്യൂമൻ. ഇപ്പോൾ തന്നെ പല സ്ഥലത്ത് ഇത് ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ ഒരു സ്ഥലത്താണോ പല സ്ഥലത്താണോ ജനിച്ചതെന്നുള്ള പിന്നെ ആ തിയറി. അപ്പോൾ ആ 2 തിയറി ഒറ്റ വായനയ്ക്ക് സ്വല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നേ ഉള്ളൂ. ഒരു സ്ഥലത്തെന്ന് പറയുന്നത് ആഫ്രിക്കയിൽ മാത്രമാണെന്ന് പറയുന്നവർ, അതല്ല ലോകം മൊത്തം ഒരേ സമയത്താണ് മോഡേൺ മാൻ ഉത്ഭവിച്ചെന്ന് പറയുന്നവർ. 2 പേരും ചുമ്മാ പറഞ്ഞാൽ നോക്കത്തില്ലല്ലോ, അതിൻ്റെ തിയറി കൊടുത്ത് സമർത്ഥിക്കുന്നു. ഇനി ഈ പാഠത്തിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ പ്രിപ്പയർ എ സെമിനാർ പേപ്പർ ഓൺ ദ ലൈഫ് ഓഫ് എയർലി ഹ്യൂമൻസ്. നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ടാവും. പ്രിപ്പയർ എ സെമിനാർ പേപ്പർ, ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കുക ഓൺ ദ ലൈഫ് ഓഫ് എയർലി ഹ്യൂമൻസ്, പ്രാചീന മനുഷ്യന്റെ. ഏരിയാസ് ടു ബി കൺസിഡേർഡ്, ഏതൊക്കെ ഈ മേഖലകൾ പരിഗണിക്കണമെന്ന്. വേയ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്, ഭക്ഷണം ശേഖരിച്ചിരുന്ന മാർഗങ്ങൾ. ഫ്രം ദ ട്രീസ് ടു കേവ്സ്, മരങ്ങളിൽ നിന്ന് ഗുഹകളിലേക്ക്. ടൂൾ മേക്കിംഗ്, ഉപകരണ നിർമ്മാണം. ലാംഗ്വേജ് ആൻഡ് ആർട്ട്. അപ്പം 4 ഹെഡിങ് തന്നിട്ടുണ്ട്. ഇതിന് 8 മാർക്കാണ്. 4 ഹെഡിങ് അവർ തന്നിട്ടുണ്ട്. ഈ ഹെഡിങ് വെച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്കിലും ഞാൻ പറയുകയാണ്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, അപ്പോൾ ഒരു പാരഗ്രാഫ് ആയല്ലേ. അത് കഴിഞ്ഞ് 1 വേയ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്, ഭക്ഷ്യശേഖരണത്തിന് ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ആ 4 ഹെഡിങ്. അപ്പോൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, 4 ഹെഡിങ് ആൻസർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 1 5 പാരഗ്രാഫായി. ഇനി അവസാനം ഒരു കൺക്ലൂഷൻ, ഇതെല്ലാമാണ് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ. അപ്പോൾ 2 പേജിൽ നിർത്തുക എന്നുള്ളതാണ് പ്രയാസമായിരിക്കും. അതിലും കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടത്തില്ല. അല്ല കൂടി പോയി നേരത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു സെമിനാർ പേപ്പർ തയ്യാറാക്കുക. അടുത്ത ഡിഫൈൻ ആന്ത്രോപോളജി ആൻഡ് എത്നോഗ്രാഫി. ആന്ത്രോപോളജിയും എത്നോഗ്രാഫിയും
ആന്ത്രോപോളജി നരവംശാസ്ത്രമാണ്, എത്തനോഗ്രാഫി വംശീയ ശാസ്ത്രമാണ്. മലയാളം കേട്ടുകഴിയുമ്പോൾ തന്നെ മലയാളത്തിലിരുന്നവർക്ക് നരവംശാസ്ത്രം മനുഷ്യനെ പറ്റി പഠിക്കുന്നത്, മനുഷ്യൻ്റെ സംസ്കാരം, അവൻ്റെ ആ ശാരീരിക ഘടനയൊക്കെ ഇവല്യൂഷനിലൂടെ വളർന്നു വന്നത്. അപ്പോൾ പിന്നെ ഹ്യൂമൻ കൾച്ചർ, ഹ്യൂമൻ ഇവല്യൂഷൻ, ഹ്യൂമൻ ബോഡിയുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ വന്ന ഇവല്യൂഷൻ മാറ്റങ്ങൾ, അതൊക്കെ പഠിക്കുന്നതാണ് ആന്ത്രോപോളജി. എത്തനോഗ്രാഫി ആണെങ്കിൽ വംശീയ ശാസ്ത്രം തന്നെയാണ്. സ്റ്റഡി ഓഫ് എത്തനോ ഗ്രൂപ്പ്സ്. നമ്മൾ കോക്കസോയിഡ്സ്, മംഗളോയിഡ്സ്, നീഗ്രോയിഡ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലയോ? നമ്മളത് ഏതിൽ വരും നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? എന്തായാലും നിങ്ങൾ പറയും നമ്മൾ നീഗ്രോയിഡ്സ് വരത്തില്ലെന്ന്. മംഗളോയിഡും അല്ല, മംഗോളിയന്മാർ കൂട്ടുമായിരിക്കുമല്ലെന്ന്. അപ്പോൾ നമ്മൾ കോക്കസോയിഡ് എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരിക്കാം നമുക്ക് ചിന്തിക്കാം അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ തന്നെ അങ്ങനെ 2 വിഭാഗം ഉണ്ടല്ലോ, ആര്യന്മാരും ദ്രാവിഡന്മാരും. അതിലെവിടെ വരും നമ്മൾ വരും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചാലും പ്രയാസമാണ്. ആര്യദ്രാവിഡ സങ്കരവർഗമാണ് നമ്മൾ രണ്ടും കൂടെ ചേർന്നവരാണ്. തമിഴന്മാരിലൊക്കെ കുറച്ച് ദ്രാവിഡ രക്തം കൂടുതലുണ്ട്, കണ്ടാ അറിഞ്ഞൂടെ? നമ്മൾ ഇച്ചിരി അക്രമവാസനയൊക്കെ ഉള്ള കേരളക്കാരനെ കണ്ടു കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യക്കാരൻ്റെ ഒപ്പം ഹൈറ്റും വെയിറ്റും കളറും ഒന്നും ഇല്ലെങ്കിൽ പോലും ആര്യ ബ്ലഡിൻ്റെ സ്വല്പം വയലൻസൊക്കെ കേരളക്കാരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള പഠനമാണ് എത്തനോഗ്രാഫി. മാച്ച് കോള എ വിത്ത് ബി. നേരത്തെ ഇത് ABC 3 കോളമായിട്ടായിരുന്നു, ഇപ്പോൾ 2 കോളമായിട്ട്. അപ്പോൾ എളുപ്പമുള്ളതാണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതൊന്നും ഞാൻ സഹായിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പിലെ വേറൊരെണ്ണം, ഇപ്പോൾ ഹോമിനിഡ്സ്, ബൈപ്പീഡൽസ്, ഹോമിനോയിഡ്സ് എന്താണെന്ന്, അല്ലെങ്കിൽ ആസ്ട്രോപിത്തക്കസ്, സതേണാപ്പ്, ഹോമോ എന്ന് പറഞ്ഞാൽ ഹോമോ ഡാഷ് എന്താണെന്ന് പൂരിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ തന്നെ വിവേചന ശക്തി ഉപയോഗിച്ച് നിങ്ങൾ തന്നെ പൂരിപ്പിക്കുക. നമ്മുടെ ടെസ്റ്റ് പേപ്പറിൽ നിങ്ങൾ എങ്ങനെ എഴുതുമെന്നുള്ള അപ്പോൾ നോക്കാം. അതിൻ്റെ താഴെ ഒരു ടൈം ലൈൻ, ക്രോണോളജിക്കൽ ഓർഡറായിട്ട് നമ്മൾ പറഞ്ഞു. ഈ കണ്ട വർഷം പഴയ പൗരാണിക വർഷങ്ങളെല്ലാം കൂടെ പഠിച്ചിരുന്ന പരീക്ഷയ്ക്ക് എഴുതലൊന്നും അത്ര എളുപ്പമല്ല. അപ്പോൾ ഇതൊന്നും അങ്ങനെ ചോദിക്കുന്നൊന്നുമല്ല, എങ്കിലും നിങ്ങളുടെ ടെസ്റ്റിലെ പോലെ അത് പൂരിപ്പിച്ചിരിക്കുക. നീ നോക്കിയോണേ, ഡിഫറൻഷിയേറ്റ് ദ ടൈം ഹോമിനോയിഡ് ആൻഡ് ഹോമിനിഡ്. ആവർത്തനം കണ്ടോ? ഈ ചോദ്യം ചോദിക്കുന്നുള്ള നമുക്ക് ഉറപ്പായിട്ട് അറിയാം, എങ്കിലും പലയിടത്തും പറഞ്ഞതാണ്. ഹോമിനിഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ബ്രാഞ്ചസ് ഓർ ജെൻസ്. നെയിം ദ വേരിയസ് ബ്രാഞ്ചസ് ആൻഡ് അനലൈസ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ഹോമിനിഡ്സിനെ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അത് ഏതൊക്കെയെന്നുള്ളത്. ഇനി അടുത്താണെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റീപ്ലേസ്മെന്റ് മോഡൽ ആൻഡ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ. റീപ്ലേസ്മെന്റ് മോഡൽ ആൻഡ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ. പേര് കേൾക്കുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നിയാലും നമുക്കറിയാം മനുഷ്യർ ഒരിടത്താണോ ഉത്ഭവിച്ചത്, പലയിടത്താണോ. അപ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ. ഡിസ്കസ് ദ വേസ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് ഓഫ് എർലി മാൻ. ഇപ്പം നമ്മൾ essay ആയിട്ട് വരെ വരുമെന്ന് പറഞ്ഞ് പഠിച്ച മനുഷ്യന്റെ ആഹാര സമ്പാദന രീതി. അടുത്ത ഡിഫൈൻ ദ ടേം ആർട്ടിഫാക്ട്സ്. ഹൗ ഡിഡ് ദ ടൂൾസ് അക്യുമുലേറ്റഡ് ഇൻ വൺ പ്ലേസ്. ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിന് ചോദിക്കാൻ. ബാക്കി ടൂൾസ് അക്യുമുലേറ്റ് ഇൻ വൺ പ്ലേസ് ഒന്നും പരീക്ഷ ചോദിക്കത്തില്ല, എന്നാലും നമുക്കറിയാം കൂടുതലായി മനുഷ്യൻ സന്ദർശിച്ച സ്ഥലത്ത് ആർട്ടിഫാക്ട്സ് കൂടുതലായിട്ട് കാണും. അപ്പം മാൻ മെയ്ഡ് ഒബ്ജക്ട്സിനാണ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. മനുഷ്യ താമസിച്ച സ്ഥലത്ത് പല സൈസ് അവശിഷ്ടങ്ങൾ കാണും. അപ്പോൾ അതെല്ലാം ആർട്ടിഫാക്ട്സ് അല്ല, മനുഷ്യനാൽ നിർമ്മിതമാകപ്പെട്ട വസ്തുക്കളെല്ലാം ആർട്ടിഫാക്ട്സ് ആണ്. വാട്ട് വാസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസ്കവറി ഓഫ് ദ ഫയർ ടു ദ എർലി മാൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അത് 1ാം ക്ലാസ്സിലെ ചോദ്യമില്ല, ഞങ്ങളുടെ എന്തിനാണ് മനുഷ്യൻ തീ കണ്ടുപിടിച്ചതിനുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാം എന്ന്. നിങ്ങൾ ടെസ്റ്റ് നോക്കി പഠിച്ചോളൂ. ഒരിക്കലും ഒരു 4-5 മാർക്കിനും പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. നിസ്സാരമാണെങ്കിലും അന്നത്തെ മനുഷ്യൻ അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെട്ടു എന്നുള്ളത്. The shift from food gathering to food producing was a major turning point in human history. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, മരത്തിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചത്, നൂന്ന് നിൽക്കാൻ തീരുമാനിച്ചതൊക്കെ വലിയ ചരിത്രമായിരുന്നു. ഇപ്പോൾ അതുപോലെ ഒരെണ്ണം പറയുന്നു, ഒരു റവല്യൂഷൻ തന്നെയാണ് ഫുഡ് ഗ്യാതറിംഗ് ടു ഫുഡ് പ്രൊഡ്യൂസറായിട്ട് മാറി. വെറും ഒരു ഫുഡ് ഭക്ഷണ ശേഖരണക്കാരിൽ നിന്നും ഭക്ഷ്യോൽപാദകനായിട്ടുള്ള ഇവൻ്റെ മാറ്റം. അപ്പോൾ വളരെ കൂടുതലായിട്ടും നമുക്ക് ഇതിനകത്തത് പഠിക്കാനില്ല. അപ്പോൾ ചെറിയ മാർക്കിനെ ചോദിക്കാൻ നോക്കൂ. അഗ്രികൾച്ചർ ശരിക്കും അതിൻ്റെ രീതിയിൽ വരുന്നതേ ഉള്ളൂ. There were several opinions regarding the development of language. നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഭാഷ ഉണ്ടായതിനെ പറ്റിയുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ. പിന്നീട് ഫോസിൽസിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാ പാഠവും തുടങ്ങുന്നത് അതിൻ്റെ ഉറവിടങ്ങളെ കുറിച്ച്, ആ പാഠം പഠിക്കുന്നതിനെ കുറിച്ചുള്ള സോഴ്സസ്, ഉറവിടങ്ങളെ വെച്ചാണ്. ഇവിടെയുണ്ട് നമ്മൾ ഫോസിലുകൾ ഉൾപ്പെടെ, കേവ് പെയിന്റിങ്സ് ഒക്കെ ഉൾപ്പെടെയുള്ള ഉറവിടങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അത് ചോദിക്കാനുള്ള സാധ്യത കുറവാണെങ്കിൽ 2 മാർക്കിന് എന്താണ് ഫോസിലുകളെന്ന്, മനുഷ്യൻ്റെയും ജീവികളുടെയും എല്ലാം അവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നെ ഉണ്ട്. അത് നോക്കുക. എന്തായാലും നമുക്ക് അടുത്ത തീമിലേക്ക് കടക്കാം.
ഫസ്റ്റ് ഇയർ ഹിസ്റ്ററി ടെസ്റ്റിൽ 11 തീമുകളാണ് ഉള്ളതെന്നും അത് 4 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. ആദ്യ സെക്ഷൻ എയർലി സൊസൈറ്റീസ്, ആദിമ സമൂഹങ്ങൾ എന്നുള്ളതായിരുന്നു. അതിലെയാണ് നമ്മൾ ഒന്നാമത് പഠിച്ച ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം, കാലാരംഭം മുതൽ എന്ന് പറയുന്ന രസകരമായ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആ ഭാഗം. നമ്മൾ മനുഷ്യർ എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളത് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ് ആ ഭാഗം. അപ്പോൾ അത് നിങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, അത് കറക്റ്റായിട്ട് പഠിക്കുക. ടെസ്റ്റ് പേപ്പറായിട്ടൊക്കെ നമ്മൾ നടത്തുന്നതായിരിക്കും. ഇനി അതിൻ്റെ തന്നെ രണ്ടാം ഭാഗത്തോട്ട് വരുവാണ് റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്. തീം 2 റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്, എഴുത്തുവിദ്യയും നഗരജീവിതവും. റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ്. ഇതിൽ നമ്മൾ പഠിക്കുന്ന മെസപ്പൊട്ടോമിയയെ പറ്റിയാണ്. മെസപ്പൊട്ടോമിയ, സിറ്റി ലൈഫ് ബിഗാൻ ഇൻ മെസപ്പൊട്ടോമിയ. അപ്പോൾ നിങ്ങൾ മെസപ്പൊട്ടോമിയയെ പറ്റി കേട്ടിട്ടുണ്ടാവും. മെസോപ്പൊട്ടാമിയ മീൻസ് ഇൻ ബിറ്റ്വീൻ 2 റിവേഴ്സ്, 2 നദികൾക്കിടയ്ക്കുള്ള സ്ഥലമെന്ന മെസപ്പൊട്ടോമിയയ്ക്ക് അർത്ഥം തന്നെ. യൂഫ്രട്ടസ്, ടൈഗ്രിസ് നദികളുടെ ഇടയ്ക്കുള്ള സ്ഥലം. ഇറ്റ് ഈസ് നൗ എ പാർട്ട് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇറാഖ്. ഇറാഖിൻ്റെ പാർട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇറാഖിൻ്റെ പഴയ പേരാണ് മെസപ്പൊട്ടോമിയ എന്ന് പറയാം. ഇറാൻ്റെ പഴയ പേരാണ് പേർഷ്യ എന്ന്. അതിൽ പല രാജ്യങ്ങൾക്കും പല പേരുകളില്ലേ. ശ്രീലങ്കയുടെ പഴയ പേര് സിലോണെന്ന്, അപ്പോൾ മ്യാൻമാറിൻ്റെ പഴയ പേര് ബർമയെന്നും ഒക്കെ പറയുന്ന പോലെ ആ വ്യത്യാസം. അപ്പോൾ ഇവിടെ നമ്മൾ 4 early റിവർ വാലി സിവിലൈസേഷൻസ് എന്ന് കാണുന്നുണ്ട്. റിവർ വാലി സിവിലൈസേഷൻസ്, നദീതട സംസ്കാരങ്ങൾ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ നദീതട സംസ്കാരങ്ങൾ പഠിച്ചു കാണും. ഇവിടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ഇന്ത്യൻ സിവിലൈസേഷൻ, ഏൻഷ്യൻ്റ് ചൈന സിവിലൈസേഷൻ, ഇങ്ങനെ കുറേ സംസ്കാരങ്ങളെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പറഞ്ഞു മെസപ്പൊട്ടോമിയൻ കൾച്ചർ ടൈഗ്രിസിൻ്റെയും യൂഫ്രട്ടസിൻ്റെയും കരയ്ക്കാണുണ്ടായതെന്ന്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലേ. നൈൽ നദിയുടെ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്ന നൈൽ നദിയുടെ കരയ്ക്കുണ്ടായി. ഇന്ത്യൻ സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇൻഡസ് സിന്ധു നദി നടനാഗരികത, സിന്ധു നദിയുടെ കരയ്ക്കുണ്ടായി. അപ്പോൾ ഏൻഷ്യൻ്റ് ചൈന ഹൊയാങ്ഹോ യാങ്ടിസ്ക്യാങ്, ഹൊയാങ്ഹോ നദിയുടെ കരയ്ക്ക് ഉണ്ടായി. 2 നദി എന്ന് പറഞ്ഞാൽ ഹൊയാങ്ഹോ യാങ്ടിസ്ക്യാങ്, യെല്ലോ റിവർ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടാവും, എന്തേ സംസ്കാരങ്ങളെല്ലാം നദീതീരത്തെ ഉണ്ടാവത്തുള്ളൂ? അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, വൈ റിവർ വാലീസ് ബിക്കെയിം ദ ക്രെഡിൽസ് ഓഫ് സിവിലൈസേഷൻ. നദീതടങ്ങളൊക്കെ സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലുകൾ ആയത് എങ്ങനെയെന്ന്. അതെന്തുകൊണ്ടായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറെ എങ്ങുമില്ല. വനാന്തരങ്ങളുണ്ട്, മരുഭൂമികളുണ്ട്, പർവ്വത പ്രദേശങ്ങളുണ്ട്, ഭൂമിയിൽ അവിടെ എല്ലാം സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഈ നദീതടങ്ങൾ തന്നെ ഇത്ര സംസ്കാര കേന്ദ്രങ്ങളായി മാറാനുള്ള കാര്യം എന്തുമായിരിക്കും? ശരി, നിങ്ങൾ ഒന്നാമത് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കും, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഇല്ലേ? ജലലഭ്യത. അന്നല്ല ഇപ്പം പോലും നമ്മളൊരു വീട് വെക്കണമെങ്കിൽ നല്ല ജലലഭ്യതയുള്ള ഒരിടമായിരിക്കും ആദ്യം നോക്കുന്നത്. അത് തീർച്ചയായിട്ടും തന്നെ ആയിരിക്കും. പിന്നെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ കൃഷിയാണല്ലേ. അപ്പോൾ അതിന് പറ്റുന്ന ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, നല്ല മണ്ണ്, നദീതടങ്ങളുടെ അടുത്താകുമ്പോൾ നല്ല തീർച്ചയായിട്ടും പല ഫെർട്ടിലിറ്റിയുള്ള സോയിൽ തന്നെ ആയിരിക്കും. പിന്നെ ഫുഡ്, നല്ല അബണ്ടന്റ് സപ്ലൈ ഓഫ് ഫുഡ് ആയിരിക്കും. അപ്പോൾ ഈ കാട്ടുമൃഗങ്ങളൊക്കെ നദിയിലോട്ട് ഇറങ്ങി വരുന്ന വഴി ചിലപ്പോൾ അവിടെ ആയിരിക്കും. ഇയാൾക്ക് അവിടെ തന്നെ കാത്തിരുന്ന വേണേൽ പോലും മൃഗങ്ങൾ അയാളുടെ വീടിനടുത്തൂടെ പോകുമ്പോഴേലും പിടിക്കാൻ സാധിക്കും. പിന്നെ നദിയിലൂടെ ഏത് ഭാരം വേണമെങ്കിലും കൊണ്ടുവരുവാൻ, വലിച്ചുകൊണ്ടുവരാനും ഒക്കെ കഴിയും നദീതീരത്ത്. അപ്പം നദിയിൽ ഫിഷിങ്ങിന് സാധിക്കും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നദീതീരത്ത് തന്നെ ഒരു തങ്ങാൻ കാരണമായ പല പല കാര്യങ്ങൾ ഇനിയും നമുക്ക് വ്യക്തമാവും. എങ്കിലും ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിലും അവൈലബിലിറ്റി ഓഫ് വാട്ടറും ഒക്കെ നമുക്ക് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് എഴുതാൻ. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇനിയും ആവശ്യം പോലെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. നദീതട സംസ്കാരങ്ങൾ ഒരുപാടുണ്ടെന്ന് പറയും. റിവർ വാലി സിവിലൈസേഷൻസ് ഇപ്പോൾ എത്രണ്ണം നമ്മൾ പറഞ്ഞു. ഇതൊന്നും കൂടാതെ ഇനിയും ഉണ്ട്. അമേരിക്കയിലും ഒക്കെയുള്ള സംസ്കാരങ്ങളെ പറ്റി ഇനിയും പറയാനുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും പഠിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് തീമാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം കൂടെ പഠിക്കുകയല്ല, ഒരെണ്ണം പഠിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നും പൊതുവിലൊരു ധാരണ, നദീതട സംസ്കാരങ്ങൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് നദീതടത്തിൽ തന്നെ ഈ സംസ്കാരമെല്ലാം ഉണ്ടായതെന്ന്. അപ്പോൾ അത് പൊതുവിലുള്ള ഒരു ധാരണ ഇതിൽ നിന്ന് കിട്ടി. അതുവഴിയാണ് നമ്മൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ പറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ അധികമായിട്ട് പറയുന്നില്ല, കേവലം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിർത്തുകയാണ്. മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ഈസ് നോൺ ഫോർ ഇറ്റ്സ് പ്രോസ്പിരിറ്റി. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ അതിൻ്റെ ആ സമ്പൽ സമൃദ്ധി കൊണ്ട് കീർത്തി കേട്ടതാണ്.
സിറ്റി ലൈഫ്, റിച്ച് ലിറ്ററേച്ചർ, മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി. നഗരജീവിതം, സാഹിത്യം, ഗണിതശാസ്ത്രം, വാനനിരീക്ഷണം, ഇതിലെല്ലാം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മെസപ്പൊട്ടോമിയാസ് റൈറ്റിംഗ് സിസ്റ്റം ആൻഡ് ലിറ്ററേച്ചർ സ്പ്രെഡ് ടു ദ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ, നോർത്തേൺ സിറിയ ആൻഡ് ടർക്കി ആഫ്റ്റർ 2000 BC. 2000 BC തന്നെ ഈ പറഞ്ഞ നൈബറിങ് കൺട്രീസിലെല്ലാം തന്നെ, കൺട്രീസ് എന്ന് പറയാൻ നൈബറിങ് ഏരിയാസിലെല്ലാം തന്നെ ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ, നോർത്തേൺ സിറിയ, ടർക്കിയിലെല്ലാം ഇവരുടെ ആ എഴുത്തുവിദ്യ, ലോകത്ത് വേറെ എങ്ങും ഇല്ല, ഇത് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തു. ഇൻ ദിസ് തീം വി ഷാൽ ഫസ്റ്റ് എക്സാമിൻ ദ കണക്ഷൻ ബിറ്റ്വീൻ സിറ്റി ലൈഫ് ആൻഡ് റൈറ്റിംഗ്. ഇതിൽ നമുക്ക് നോക്കേണ്ടത് സിറ്റി ലൈഫും റൈറ്റിംഗും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്, നഗരജീവിതവും എഴുത്തുവിദ്യയും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കറിയേണ്ടത്. വി ഷാൽ ദെൻ എക്സ്പ്ലോർ ദ റിസൾട്ട്സ് ഓഫ് ട്രഡീഷൻ ഓഫ് റൈറ്റിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ എഴുത്തുവിദ്യയുടെ പാരമ്പര്യം അത് നോക്കണം, അതെങ്ങനെ കയറി വന്നു എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ അവിടുത്തെ ഭാഷ എന്തുമായിരുന്നു, അത് പിന്നെ വളർന്ന് ഏത് ഭാഷയായിട്ട് മാറി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. ദ അർബനൈസ്ഡ് സതേൺ റീജിയൻ ഓഫ് മെസപ്പൊട്ടോമിയ വാസ് കാൾഡ് സുമർ ആൻഡ് അക്കാഡ്. അപ്പോൾ മെസപ്പൊട്ടോമിയയുടെ തെക്ക് ഭാഗത്തുള്ള ആ നഗരവൽകൃത ഭാഗം സുമറെന്നും അക്കാഡെന്നും ഒക്കെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. വെൻ ബാബിലോണിയ ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് സിറ്റി ദ സതേൺ റീജിയൻ കെയിം ടു ബി കാൾഡ് ബാബിലോണിയ. ബാബിലോൺ എന്ന് പറയുന്ന ഒരു നഗരം ഉയർന്നു വന്നതിന് ശേഷം ആ ഭാഗം ബാബിലോണിയ എന്നറിയപ്പെടാൻ തുടങ്ങി. ദ അസീറിയൻസ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ കിങ്ഡം ഇൻ ദ നോർത്തേൺ റീജിയൻ ഓഫ് മെസപ്പൊട്ടോമിയ. ഈ ഭാഗത്ത് വടക്ക് ഭാഗത്ത് അസീറിയൻസ് എന്ന് പറയുന്ന വിഭാഗം ഒരു സിറ്റി ഉണ്ടാക്കി. അതിനുശേഷം ആ ഭാഗം അറിയപ്പെടുന്നത് സിൻസ് ദെൻ ദിസ് റീജിയൻ കെയിം ടു ബി നോൺ ആസ് അസീറിയ എന്നറിയപ്പെടാൻ തുടങ്ങി. ദ ഫസ്റ്റ് നോൺ ലാംഗ്വേജ് ഓഫ് ദ ലാൻഡ് വാസ് സുമേറിയൻ. അപ്പോൾ ആ ലാൻഡിലെ ആദ്യത്തെ അറിയപ്പെടുന്ന ഭാഷ സുമേറിയൻ ആണ്. ഇറ്റ് വാസ് ഗ്രാജുവലി റീപ്ലേസ്ഡ് ബൈ അക്കാഡിയൻ. അപ്പോൾ ആദ്യത്തെ സുമേറിയൻ ഭാഷയാണ്, അത് പതുക്കെ അക്കാഡിയൻ ഭാഷയ്ക്ക് വഴിമാറിക്കൊടുത്തു. 1400 BC കഴിഞ്ഞപ്പോഴേക്കും അരമൈക്ക് ആൾസോ എൻറ്റേർഡ് ഇൻ ടു ദ കൺട്രി. അരമൈക്ക് ഭാഷ വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യം സുമേറിയൻ ഭാഷ വന്നു, അത് പതുക്കെ അക്കാഡിയൻ ഭാഷയ്ക്ക് വഴിമാറിക്കൊടുത്തു. പിന്നീട് അരാമൈക്ക് എന്ന് പറയുന്ന ഭാഷയായി പിന്നീട് അവിടുത്തെ വലിയ ഭാഷ. ഇനി ആ നാടിനെ പറ്റി പഠിക്കാനുള്ള സോഴ്സസ്, ഉറവിടങ്ങളെ പറ്റിയൊക്കെയാണ് അത് അടുത്ത ക്ലാസ്സിൽ. ശരി.